പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ബലിയർപ്പണം കഴിഞ്ഞു. ബൈക്ക് ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റിയ ഒരു രോഗിയെ കാണുവാനായിട്ട് ഞാൻ ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി. ആ വ്യക്തിയെ കണ്ട് ആശ്വസിപ്പിച്ച് പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്നും പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവിടെ ഒരു അപ്പാപ്പൻ അച്ഛനെ കാണണമെന്ന് പറയുന്നു. ഞാൻ അപ്പാപ്പൻ്റെ അടുത്തേക്ക് പോയി. ക്യാൻസർ ബാധിതനായ അപ്പാപ്പൻ ലാസ്റ്റ് സ്റ്റേജാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പാപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ച് തുടർന്ന് പോകുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ചോ, എനിക്ക് ഇനിയും ജീവിക്കണം, കുറച്ചുകൂടി നന്നായി ജീവിക്കണം, എനിക്ക് സ്വർഗം കിട്ടുമോ അച്ചോ? അപ്പാപ്പൻ വലിയൊരു വേദനയോടുകൂടി ചോദിച്ചു. ഞാൻ കുറച്ചു സമയം കൂടി അപ്പാപ്പൻ്റെ അടുത്ത് ചെലവഴിച്ച് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി പ്രത്യാശയോടുകൂടി ആയിരിക്കുവാനായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ആ കണ്ണുനീരിലും അനുതാപത്തിൻ്റെ വലിയൊരു ഭാവം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അനുതാപത്തിൻ്റെ മറ്റൊരു വലിയ ഭാവമാണ് നമുക്ക് ഇന്നത്തെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ധൂർത്ത പുത്രനിൽ ഈ ഭാവം വളരെ വലിയ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കുവച്ച വചനഭാഗത്തിന് നൽകിയ തലക്കെട്ട് ഹോം കമ്മിങ് എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഹോം കമ്മിങ് ആണ് ധൂർത്തപുത്രന് നടത്തുന്നത്. അനുദപിച്ചുകൊണ്ട് ഒരു ഹോം കമ്മിങ്. ഇന്നത്തെ സുവിശേഷം അങ്ങനെ ഹോം കമ്മിങ്ങിൻ്റെ ഒരു രണ്ടാം ഭാഗമാണെന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ ധൂർത്തപുത്രൻ്റെ ഹോം കമ്മിങ് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി മൂത്ത പുത്രനാണ്. യഥാർത്ഥത്തിൽ ഉപമയുടെ അവസാനം ധൂർത്തപുത്രനായിട്ട് മാറുന്നത് ഈ മൂത്ത മകനാണ്. കാരണം സ്വന്തം സഹോദരൻ്റെ മടങ്ങി വരവ് അവൻ അംഗീകരിച്ചില്ല. എല്ലാവരും അവൻ്റെ വരവിൽ സന്തോഷിച്ചപ്പോൾ അവൻ മാത്രമാണ് പരാതിപ്പെട്ടത്. അവൻ മാത്രമാണ് അവനിൽ കുറ്റം ആരോപിച്ചത്. അവൻ മാത്രമാണ് കോപിച്ചത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ലൂക്ക 15:28, അവൻ കോപിച്ച് അകത്ത് കയറുവാനായിട്ട് വിസമ്മതിച്ചു. തുടർന്ന് നമ്മൾ കാണുന്നു, വീണ്ടും ഈ മൂത്ത മകൻ ഇങ്ങനെ പരാതിപ്പെടുന്നു. നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കുവാനായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. പരാതിപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരു ആരോപണം ഇങ്ങനെ നടത്തുന്നുണ്ട്. അവൻ വേശ്യകളുടെ കൂട്ടുചേർന്ന് എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ലൂക്ക 15:30, അവൻ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ആരോപണം നടത്തുവാനായിട്ട് മൂത്ത മകന് എങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം ദൂരെ ദേശത്തേക്കാണ് അനുജൻ പോകുന്നത്. ഇന്നത്തേതുപോലെ അന്ന് ആശയവിനിമയത്തിന് മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് മൂത്ത പുത്രന് ഈ വിവരം ലഭിച്ചത്? അനുജൻ മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന്. അന്ന് ഫേസ്ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നില്ല, ടിക്ടോക്ക് ഉണ്ടായിരുന്നില്ല, യൂട്യൂബും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലും മറ്റും ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല. അതിനാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേരുവാനൊക്കെയായിട്ട് സാധിക്കുന്നത്? നമ്മളും ചില അവസരങ്ങളിലും ഈ മൂത്ത മകനെ പോലെയല്ലേ? നമ്മുടെ തന്നെ ഭാവനയിൽ മറ്റുള്ളവരെക്കുറിച്ച് കഥകൾ സൃഷ്ടിക്കുകയും അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുന്നു. അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് പരദൂഷണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒന്നാണ്, ഗോസിപ്പ് ഇസ് എ മോർട്ടൽ സിൻ. പരദൂഷണം മാരക പാപമാണെന്ന്. എന്താണ് പരദൂഷണം എന്ന് ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. ചിലപ്പോഴെല്ലാം പരദൂഷണത്തിലൂടെ നമ്മൾ പല വ്യക്തികളെ തേജോവധം നടത്തിയിട്ടുണ്ട്, വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട്, ചില ആളുകളുടെ ജീവിതം വരെ നമ്മൾ തകർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഈ സ്വഭാവം നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന ഒന്നാണിത്. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഈ ശീലം കുറച്ചുകൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുവാൻ,
നല്ലത് മാത്രം ചിന്തിക്കുവാനായിട്ട് മൂത്ത മകൻ അപ്പനോട് പരാതിപ്പെടുമ്പോൾ സ്വന്തം സഹോദരനെക്കുറിച്ച് പറയുന്നത് നിൻ്റെ മകൻ എന്നാണ്, എൻ്റെ സഹോദരൻ എന്നല്ല. നിൻ്റെ മകൻ എന്ന് വിളിക്കുന്നതിലൂടെ അവൻ വൈകാരികമായിട്ടൊരു അകലം സൃഷ്ടിക്കുകയായിരുന്നു. അവനും സഹോദരനുമിടയിൽ, അതിലൂടെ സ്വന്തം അപ്പനും തമ്മിൽ. ചുരുക്കത്തിൽ സ്വന്തം സഹോദരൻ്റെ തിരിച്ചുവരവ് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു ഹൃദയ വിശാലത മൂത്ത മകന് ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഹൃദയവും മനസ്സും ഇടുങ്ങിയതായി മാറി, വളരെ ചെറുതായിപ്പോയി. അതിനാൽ തന്നെ പിതാവിന് സ്നേഹത്തിൻ്റെ വലയത്തിലായിരുന്നിട്ട് പോലും അവൻ പിതാവിൽ നിന്നും സ്വന്തം സഹോദരനിൽ നിന്നും അകന്നുപോയി മറ്റൊരു ധൂർത്തനായിട്ട് പരിണമിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അവൻ കോപിച്ചു അകത്ത് കയറുവാനായിട്ട് വിസമ്മതിച്ചു. പിതാവ് പുറത്തേക്ക് വന്ന് അവനെ വീടിൻ്റെ അകത്തേക്ക് ക്ഷണിച്ചിട്ട് പോലും, നിർബന്ധിച്ചിട്ട് പോലും അവൻ അകത്ത് കയറുവാനായിട്ട് വിസമ്മതിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവൻ എത്രമാത്രം അകന്നുപോയെന്നതാണ്. സാഹോദര്യത്തിലേക്ക് വളരുവാനായിട്ടുള്ള ആത്മീയത അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ മറ്റൊരു ധൂർത്തനായിട്ട് മാറുകയാണ്. ഈശോ ഇവിടെ ധൂർത്തപുത്രൻ്റെ ഉപമ അറിയുവാനായിട്ടുള്ള കാരണം പാപികളോടും ചുങ്കക്കാരുമുള്ള ഫരിസേയരുടെയും നിയമജ്ഞരുടെയും സമീപനമാണ്. നിയമജ്ഞരും ഫരിസേയരും സ്വയം നീതീകരിച്ചു, തങ്ങൾ മറ്റുള്ളവരെക്കാൾ മേനുള്ളവരായിട്ട് ഭാവിച്ചു. അവരുടെ ഈ മനോഭാവത്തിനെതിരെയാണ് ഈശോ ഇവിടെ ഈ ഉപമ പറഞ്ഞു വയ്ക്കുന്നത്. ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മൂത്ത മകനും ഇതേ മനോഭാവമാണ് ഉണ്ടായിരുന്നത്. താൻ എല്ലാവരെക്കാൾ മാന്യൻ, താൻ പരിപൂർണൻ. ഇതേ മനോഭാവമാണ് നമുക്ക് പലർക്കുമുള്ളത്. ഞാൻ പരിപൂർണൻ, ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തി. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം മറ്റൊരു ക്ഷണമാണ് നമ്മുടെ സ്വയം നീതീകരണത്തിൻ്റെ മനോഭാവങ്ങളെ തിരുത്തുവാൻ, ഒരു മാറ്റം വരുത്തുവാൻ. തെറ്റ് ചെയ്ത സഹോദരനെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് മൂത്ത മകനുണ്ടായില്ല. മറിച്ച് സ്വന്തം സഹോദരനെ മറ്റൊരു രീതിയിൽ ഭ്രഷ്ട കൽപ്പിക്കുകയാണ് ചെയ്തത്. പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് പിതൃഭവനത്തിലേക്ക് ആനയിച്ചപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുവാനോ അവനൊന്ന് കാണുവാനോ മൂത്ത മകൻ ശ്രമിച്ചില്ല. സഹോദരനെ തിരിച്ചുവരവ് പിതാവ് മറ്റുള്ളവരും ഒരു ആഘോഷമാക്കി മാറ്റിയപ്പോൾ മൂത്ത മകൻ മാത്രമാണ് ഈ ആഘോഷം ബഹിഷ്കരിക്കുന്നത്, അതിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. തുടർന്ന് പിതാവ് വന്ന് അവന് വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം തിരസ്കരിച്ചുകൊണ്ട് ഒന്നിനു പിന്നാലെ മറ്റൊന്നെന്ന രീതിയിൽ ഇളയ മകനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് മൂത്ത മകൻ നടത്തുന്നത്. ഈ മൂത്ത മകനെ പോലെ തെറ്റ് ചെയ്തവരെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു മനസ്സിന്ന് സമൂഹത്തിനും നഷ്ടപ്പെട്ടു പോവുകയാണ്. കുറെ മുൻപ് വാട്സപ്പിൽ വായിച്ച ഒരു സന്ദേശമാണ്. എന്നെ ശ്രവിക്കുന്ന പലരും ഒരുപക്ഷെ ഈ ഒരു സന്ദേശം വാട്സപ്പിൽ വായിച്ചിരിക്കും. ഒരിക്കൽ ഒരു പള്ളിയിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ അച്ഛൻ്റെ പ്രസംഗവേളയിൽ ഒരാളുടെ മൊബൈൽ ഫോൺ ഉറക്കെ ശബ്ദിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം അത് വേഗം ഓഫാക്കി. എങ്കിൽ പോലും പള്ളിയിലെ അച്ഛൻ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട് നോക്കി. കുർബാന കഴിഞ്ഞപ്പോൾ ഭാര്യയും പള്ളിയിലുള്ള മറ്റുള്ളവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. പലരും അയാളെ വിമർശിച്ചു. പള്ളിയിലെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ ഫോണൊന്ന് സൈലൻ്റ് ആക്കി വെച്ചുകൂടെ എന്ന് അങ്ങനെ പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. ഈ സങ്കടം താങ്ങാനാവാതെ അന്ന് വൈകുന്നേരം അദ്ദേഹം തൊട്ടടുത്ത ബാറിലേക്ക് പോയി. ബാറിലിരുന്ന് മദ്യപിക്കുവാനായിട്ട് തുടങ്ങി. മദ്യപിക്കുന്ന വേളയിൽ അറിയാതെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി താഴേക്ക് വീണ് ഉടനുപോയി. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന വ്യക്തിയുടെ ദേഹത്തേക്ക് ഏതാനും ചില കഷണങ്ങൾ തെറിച്ചു വീണു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ആകെ പ്രശ്നമായല്ലോ, എല്ലാവരും ഇപ്പോൾ അത് പ്രശ്നമാക്കുമല്ലോ. എന്നാൽ അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് മാറിൽ തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. ഉടനെ തന്നെ അവിടെ വെയിറ്ററായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ ഓടി വന്നു. വിഷമിക്കേണ്ട സർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വീണ ബിയർ ഒരു തുവാല കൊണ്ട് തുടക്കുവാനായിട്ട് തുടങ്ങി. ആ ബാറിൻ്റെ ഉടമ ഇത് കണ്ടിട്ട് അദ്ദേഹം വേഗം പോയി മറ്റൊരു ബിയർ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, സർ ഇതൊരു കോംപ്ലിമെൻ്റ് ആണ്, സ്വീകരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അവിടെ മദ്യപിച്ചിരുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാരമില്ല കേട്ടോ, വിഷമിക്കണ്ട, എല്ലാവർക്കും ഒരു തെറ്റ് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഒരു ചേഴ്സ് നൽകിയിട്ടും പോയി. പിന്നീട് ആ തണുത്ത ബിയറും കഴിച്ച്
തൻ്റെ ദുഃഖമെല്ലാം മറന്ന് അദ്ദേഹം ഏറെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം ആ പള്ളിയിലേക്ക് പോയില്ല. ആ ബാറിലേക്ക് പോകുന്നത് ഒരിക്കലും നിർത്തുകയും ചെയ്തില്ല. കാരണം ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അവർ എല്ലാവരും കട്ടക്ക് കൂടെ നിന്നു. ഇന്ന് പലപ്പോഴും കൂടെ നിൽക്കുവാനായിട്ട് ആരും തയ്യാറാകില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുവാനായിട്ട് ആരും പരിശ്രമിക്കാറില്ല. പല ആളുകളും ജീവിതത്തിൽ തോറ്റുപോകുന്നതും തളർന്നു പോകുന്നതും കൂടെ നിൽക്കുവാനായിട്ട് ചേർത്ത് പിടിക്കുവാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുവാനായിട്ട്? ഈ നോമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുവാനൊക്കെ ആയിട്ട്. മൂത്ത മകൻ യഥാർത്ഥത്തിൽ അവൻ്റെ കടമകൾ നിർവഹിച്ചു എന്നത് ഒരു സംശയമാണ്. കാരണം ഇളയ സഹോദരൻ തൻ്റെ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശമെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോകുവാൻ ഒരുങ്ങിയപ്പോൾ അവൻ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് മൂത്ത മകൻ തയ്യാറായോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ മൂത്ത മകൻ്റെ പിന്നീടുള്ള പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുവാനായിട്ട് ഒരു സാധ്യതയില്ലെന്നും. അതായത് സഹോദരൻ്റെ കാവൽക്കാരനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് മൂത്ത മകൻ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നത് വാസ്തവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ് എന്നുള്ളത് മറക്കാതിരിക്കാം. നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരായിട്ട് വർത്തിക്കുവാനായിട്ടുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലം എന്നുകൂടെ നമുക്ക് മറക്കാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, മൂത്ത മകൻ അവസാനം ധൂർത്തനായിട്ട് മാറുവാനുള്ള കാരണങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിലും ധൂർത്തരായി മാറാതിരിക്കുവാനായിട്ട് നമുക്ക് ജാഗ്രത പാലിക്കാം. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുവാൻ, നല്ലത് മാത്രം ചിന്തിക്കുവാനായിട്ട്, സ്വയം നീതീകരണത്തിൻ്റെ മനോഭാവങ്ങളെ തിരുത്തുവാനായിട്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുവാനായിട്ട്, നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരായിട്ട് വർത്തിക്കുവാൻ, യഥാർത്ഥ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.